ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പുകാലം കൂടി ആഗതമായിരിക്കുന്നു. ആത്മതപനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സ്വയസമർപ്പണത്തിൻ്റെയും സമയമായിട്ടാണ് നോമ്പുകാലം വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും മൂലം ലഭിച്ച രക്ഷയ്ക്ക് നാം യോഗ്യരായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലം കൂടിയാണിത്. നോമ്പ് സ്വയം പരിശോധനയുടെ സമയമാണ്. വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം മാറ്റിവെക്കേണ്ട സമയമാണിത്. ക്രിസ്തുവുമായുള്ള ബന്ധം പുനർസ്ഥാപിക്കുന്നത് വഴി ബന്ധങ്ങളുടെ ഏകീകരണം സാധ്യമാകും. നോമ്പുകാലത്ത് നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഉപവാസം, വർജനം എന്നിവ. വേദപുസ്തകം വായന, കുടുംബ പ്രാർത്ഥന എന്നിവ ശക്തിപ്പെടണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ആത്മീയ അനുഭവത്തിലും നാം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കുന്നതും വചനത്തിന് നമ്മോട് ഇടപെടുവാൻ അവസരം കൊടുക്കുന്നതുമാണ്. ക്രിസ്തുവുമായുള്ള ബന്ധം ശക്തീകരിക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ശക്തീകരിക്കപ്പെടുകയുള്ളൂ. ഈ 50 ദിവസങ്ങൾ മരുഭൂമിയിലെ ഏകാന്തത പോലെയാണ്. അവിടെ പരീക്ഷകളുണ്ട്, എന്നാൽ അതിലേറെ ദൈവസാന്നിധ്യവുമുണ്ട്. ഉപവാസം എന്നാൽ ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കുവാനും വിദ്വേഷം വെടിയാനും സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കുവാനുമുള്ള അവസരമാണ്. ഈ നോമ്പ് വെറും ഒരു ചടങ്ങായി മാറാതെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായി മാറട്ടെ. വലിയ വെള്ളിയാഴ്ചയുടെ ദുഃഖത്തിനപ്പുറം ഉയർപ്പിൻ്റെ വലിയൊരു പ്രത്യാശ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഏവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.